ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2025 പുറത്തിറങ്ങിയ ഏനിഗു തൊണ്ടം ഘടികാജലം എന്ന തെലുങ്ക് സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നും പറയുന്ന പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ സിനിമയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മെയിൻ ക്യാരക്ടറായ ഏനിഗു തൊണ്ടം ഘടികാജലം എന്ന 64 വയസ്സുള്ള വ്യക്തിയാണ് കാണിക്കുന്നത്. ഘടികാജലം ഇപ്പോൾ തൻ്റെ ജോലിയിൽ നിന്നും റിട്ടയറായി തനിക്ക് മാസം തോറും കിട്ടുന്ന 63,000 രൂപ പെൻഷൻ കൊണ്ടാണ് ജീവിക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് ഘടികാജലത്തിന്റെ ഫാമിലിയെ കുറിച്ചും കാണിക്കുന്നുണ്ട്. ഘടികാജലത്തിന്റെ ഭാര്യ ദുർഗ മരിച്ചു പോയതിനാൽ എപ്പോഴും അവളെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് തന്റെ ഭാര്യ എപ്പോഴും തന്റെ കൂടെയുള്ളതായി സങ്കല്പിച്ച് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കും. ഘടികാജലത്തിന് 2 ആൺമക്കളാണുള്ളത്. മൂത്ത മകൻ രാഘവയും അവന്റെ ഭാര്യ ദേവിയും, ഇളയ മകൻ വിജയ് അവന്റെ ഭാര്യ സുധ. അവർക്ക് 2 കുട്ടികളുമുണ്ട്. നിലവിൽ രാഘവ തനിക്ക് ഇഷ്ടപ്പെട്ട ജോലി മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ജോലിക്കായി കാത്തിരിക്കുകയാണ്. ഇളയവൻ വിജയ് ആണെങ്കിൽ ഒരു നല്ല ബിസിനസ് തുടങ്ങാനായി വെയിറ്റ് ചെയ്യുന്നു. അതായത് നിലവിൽ ഘടികാജലത്തിന്റെ 2 മക്കളും ഒരു പണിക്കും പോവാതെ വെറുതെ ഇരിക്കുകയാണെന്ന് അർത്ഥം. ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രാഘവയും വിജയും ഒരു ജോലിക്കും പോകുന്നില്ലെങ്കിലും അവരുടെ ഫാമിലി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഓരോ മാസവും ഘടികാജലത്തിന്റെ അക്കൗണ്ടിൽ പെൻഷൻ തുകയായ 63,000 രൂപ വീഴുന്ന ഉടൻ തന്നെ 2 മക്കളും ആ പണം തുല്യമായി അവരുടെ അക്കൗണ്ടുകളിലേക്ക് ഷെയർ ചെയ്തെടുക്കും. അതായത് ഇപ്പോഴും അവരുടെ അച്ഛന്റെ പെൻഷൻ പണം കൊണ്ട് ഒരു പണിക്കും പോവാതെ അവർ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. ഘടികാജലത്തിന്റെ പണം മൊത്തം എടുക്കുന്നത് കൂടാതെ അയാൾക്ക് ഇഷ്ടപ്പെട്ട രുചികരമായ ആഹാരം പോലും കൊടുക്കാതെ അവർ അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്നാൽ ഘടികാജലം അതിലൊന്നും വലിയ പരാതി കാണിക്കാറില്ല. പക്ഷെ തന്റെ മക്കളും മരുമക്കളും വെറും പണത്തിന് വേണ്ടി മാത്രം തന്നോട് സംസാരിക്കുന്നതല്ലാതെ സ്നേഹത്തോടെ സംസാരിക്കുകയോ താനെന്നൊരാൾ ആ വീട്ടിലുണ്ടെന്ന് പോലും അവർ വകവയ്ക്കാറില്ല. അതിനാൽ താൻ ഒറ്റയ്ക്കാണ് എന്ന് അദ്ദേഹം എപ്പോഴും വിഷമിക്കാറുണ്ട്. സീൻ കട്ട് ചെയ്യുമ്പോൾ ഒരു ദിവസം ഘടികാജലം മോർണിംഗ് വാക്കിന് പോയപ്പോൾ തന്റെ ഭാര്യ കൂടെയുള്ളതായി സങ്കല്പിച്ച് സംസാരിക്കുന്നത് ഒരു പൂജാരി കാണാണ്. അദ്ദേഹം അടുത്തു വന്ന് ഘടികാജലത്തിനോട് പറയുന്നുണ്ട്, ഘടികാജലം കാരു, നിങ്ങളുടെ ഭാര്യ ദുർഗ മരിച്ചിട്ട് കുറെ കാലമായി. ദൈവം നമുക്ക് നൽകിയ വരമാണ് മറവി. അതിനർത്ഥം ഭാര്യയെ പൂർണ്ണമായും മറക്കണമെന്നല്ല, അവരുടെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കുക. വാർദ്ധക്യത്തിൽ ഏകാന്തതയോളം വലിയ നരകം വേറെയില്ല. അതുകൊണ്ട് എപ്പോഴും കുടുംബത്തെയും സുഹൃത്തുക്കളെയും കൂടെ നിർത്തണം. ഏകാന്തത അത്ര നല്ലതല്ല എന്ന് ഉപദേശിക്കുകയാണ്. അത് കേട്ട ഘടികാജലം ചിന്തയിലാവാണ്. ഇതേ ആലോചനയുമായി ഘടികാജലം വീട്ടിലെത്താണ്. അന്ന് മാസത്തിലെ 1-ാം തീയതി ആയതിനാൽ 2 മക്കളും അദ്ദേഹത്തിന്റെ ഫോൺ വാങ്ങി പെൻഷൻ പണം ക്രെഡിറ്റ് ആയോ എന്ന് ചെക്ക് ചെയ്ത് പണം 2 പേരും ഷെയർ ചെയ്ത് എടുക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഘടികാജലം അവരോട് പറഞ്ഞു, ഇപ്പോൾ എൻ്റെ പെൻഷൻ പണം വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഒരുപക്ഷെ ഞാൻ മരിച്ചാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും മക്കളെ? ഇനിയെങ്കിലും എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കാൻ നോക്ക് എന്ന് എത്ര പറഞ്ഞാലും രാഘവയും വിജയും അത് കാര്യമാക്കുന്നില്ല. ഇവിടെയാണ് ഭവാനി എന്നൊരു സ്ത്രീയെ കാണിക്കുന്നത്. ഭവാനി ഘടികാജലത്തിന്റെ വീട്ടിലെ വേലക്കാരിയാണ്. ഭവാനി ആ വീട്ടിൽ എത്ര ജോലി ചെയ്താലും ദേവിയും സുധയും അവളോട് ആ ജോലി ശരിയായില്ല, ഈ ജോലി ശരിയായില്ല എന്ന് പറഞ്ഞ് എന്തിനും ഏതിനും വഴക്ക് പറയും. എന്നാൽ ഭവാനി അതെല്ലാം സഹിച്ചുകൊണ്ട് മിണ്ടാതെ നിൽക്കും. ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം, ഭവാനിക്ക് ഘടികാജലത്തിനോട് വലിയ ബഹുമാനമാണ്. ആ വീട്ടിൽ ഘടികാജലത്തിന്റെ പെൻഷൻ പണത്തിന് വേണ്ടി അല്ലാതെ സ്നേഹത്തോടെ സംസാരിക്കാനോ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാനോ ആരുമില്ലെന്ന് കണ്ട് വിഷമിക്കുന്ന ഭവാനി ഘടികാജലത്തിനോട് സ്നേഹത്തോടെ സംസാരിക്കുകയും അദ്ദേഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണം സ്വന്തം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഭവാനി തന്നോട് കാണിക്കുന്ന സ്നേഹം കണ്ട് ഘടികാജലവും ഇംപ്രസ് ആവുന്നു. അതുകൊണ്ട് ഒരു ദിവസം അദ്ദേഹം അവളോട് പറയുന്നുണ്ട്, നീ വളരെ നല്ലവളാണ് ഭവാനി. ഏകാന്തതയിൽ ശ്വാസം മുട്ടി കഴിയുന്ന എൻ്റെ അടുത്തേക്ക് ഒരു തണുത്ത കാറ്റ് പോലെയാണ് നീ വന്നത്. എൻ്റെ മക്കൾക്കും മരുമക്കൾക്കും എൻ്റെ കാര്യത്തിൽ എത്ര ശ്രദ്ധ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അതിന് മറുപടിയായി ഭവാനി പറയുന്നു, സാറ് വിഷമിക്കേണ്ട, അവർ നിങ്ങളെ ശ്രദ്ധിച്ചില്ലെങ്കിലും സാരമില്ല, നിങ്ങൾക്ക് ഞാനില്ലേ. അതിന് ഘടികാജലം, ഓരോ മനുഷ്യനും ഒരു കൂട്ട് വേണം. വാർദ്ധക്യത്തിൽ ഓരോ പുരുഷനും തന്റെ ഭാര്യ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കും. എൻ്റെ കൂടെ നീ ഒരു കൂട്ടായി നിൽക്കാമോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് ഭവാനി ആദ്യം ഒന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും പിന്നീട് സമ്മതം പറയുന്നു. അടുത്ത സീനിൽ നന്നായി ആലോചിച്ച ശേഷം ഘടികാജലം ആരെന്ത് വിചാരിച്ചാലും ശരി ഭവാനിയെ വിവാഹം കഴിക്കുമെന്ന് തീരുമാനിക്കുകയും ആ കാര്യം മക്കളോടും മരുമക്കളോടും പറയുകയും ചെയ്യുന്നു. അത് കേട്ടവർ ഞെട്ടിപ്പോവാണ്. ഈ വയസ്സിൽ എന്തിനാണ് കല്യാണം എന്നവർ ചോദിക്കുകയാണ്. അതിന് ഘടികാജലം, നിങ്ങളെല്ലാവരും മര്യാദയ്ക്ക് പെരുമാറുകയും എന്നെ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഈ ചിന്ത വരില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ വീണ്ടും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. എനിക്ക് ഈ വയസ്സിലൊരു കൂട്ട് വേണം, ഒരു ഭാര്യ വേണം എന്ന് പറയുന്നു. അതിന് വിജയ്, ഭാര്യ വേണമെന്ന് പറഞ്ഞ് അമ്മയുടെ സ്ഥാനത്തേക്ക് ആരെങ്കിലും കെട്ടിക്കൊണ്ടുവന്നാൽ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുന്നു. അതിന് ഘടികാജലം, അല്ലടാ, നിങ്ങളുടെ അനുവാദം ആരാണ് ചോദിച്ചത്? ഞാൻ കല്യാണം കഴിക്കുന്നത് നിങ്ങളുടെ അമ്മയുടെ സ്ഥാനം നികത്താനല്ല, എൻ്റെ ഏകാന്തതയ്ക്ക് ഒരു കൂട്ടിനായാണ് എന്ന് മറുപടി പറയുന്നു. അത് കേട്ട അവർ, ഈ വയസ്സിൽ കല്യാണം എന്ന് പറഞ്ഞാൽ നാട്ടുകാർ ചിരിക്കും. അഥവാ ഈ വയസ്സിൽ നിങ്ങളെ ആര് കല്യാണം കഴിക്കാനാണ് എന്ന് ചോദിക്കുകയാണ്. അതിന് ഘടികാജലം, കഴിക്കാൻ ആളുണ്ട്, എല്ലാം സംസാരിച്ചു വെച്ചു. എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ സുന്ദരി വേറെ ആരുമല്ല, നമ്മുടെ ഭവാനിയാണ് എന്ന് പറഞ്ഞതോടെ എല്ലാവരും കിളിപോയി ഷോക്കായി നിൽക്കുകയാണ്. ഘടികാജലം അവരോട് പറയുന്നുണ്ട്, ഞാൻ ഭവാനിയെ വിവാഹം കഴിക്കാൻ പോവാണ്. ഇനി മുതൽ അവൾക്ക് അർഹിക്കുന്ന ബഹുമാനം നൽകണം എന്ന് പറയുന്നു.
ഇത് കേട്ട ദേവി നാളെ മുതൽ ഈ പാത്രം കഴുകുന്നവളെ അമ്മായിയമ്മ എന്ന് വിളിക്കണോ എന്ന് ദേഷ്യത്തിൽ പറയാണ്. വിജയ് ആണെങ്കിൽ ഈ കല്യാണം നടന്നാൽ അച്ഛന്റെ പെൻഷൻ പണം മൊത്തം ഇവർ അടിച്ചു മാറ്റും, അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതം വഴിയിലാവും എന്ന് ഭയപ്പെടുന്നു. മറുവശത്ത് ഘടികാചലം തന്റെ ബെസ്റ്റ് ഫ്രണ്ടായ സദാശിവത്തെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് കല്യാണത്തിന് വരാൻ ക്ഷണിക്കുകയാണ്. അത് കേട്ട സദാശിവ ആദ്യം ഈ വയസ്സിൽ കല്യാണോ എന്ന് അത്ഭുതപ്പെടുന്നുണ്ടെങ്കിലും കല്യാണത്തിന് വരാമെന്ന് പറയുന്നു. സീൻ കട്ട് ചെയ്താൽ പിറ്റേന്ന് രാവിലെ പുരോഹിതനെ വീട്ടിൽ വരുത്തി മക്കളുടെയും മരുമക്കളുടെയും മുന്നിൽ വെച്ച് ഘടികാചലം ഭവാനിയെ വിവാഹം കഴിക്കുന്നു. ഭവാനി തന്റെ അമ്മയുടെ സാരിയും ആഭരണങ്ങളും അണിഞ്ഞിരിക്കുന്നത് കണ്ട് രാഘവയും വിജയും അവരുടെ ഭാര്യമാരും ദേഷ്യത്തിൽ പോകുകയാണ്. അപ്പോൾ പുരോഹിതൻ അവരോട് പറയുന്നുണ്ട്, മൂത്ത മകനും മരുമകളും ഇളയ മകനും മരുമകളും വന്ന ദമ്പതികളുടെ അനുഗ്രഹം വാങ്ങ് എന്ന് പറയാണ്. അത് കേട്ട ദേവയും സുധയും ഒരു വേലക്കാരിയുടെ കാലിൽ വീഴാണോ, ഞങ്ങൾ വീഴില്ല എന്ന് പറയാണ്. അതിന് രാഘവയും വിജയും അവരോട്, അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവൾ പെൻഷൻ പണം തരില്ല, പണത്തിന് വേണ്ടി ചെയ്തേ തീരും, വാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അനുഗ്രഹം വാങ്ങിക്കുന്നു. അപ്പോൾ ഘടികാചലം ഭവാനിയോട് പറയുന്നുണ്ട്, ഇന്നു മുതൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിന്നെ ഏൽപ്പിക്കുകയാണ്, ഈ വീടിന്റെ യജമാനത്തി എന്ന നിലയിൽ നിന്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവാണ്. അപ്പോൾ ഭവാനി അതുവരെ അവരെന്നെ എത്രമാത്രം ടോർച്ചർ ചെയ്തു എന്നോർത്ത് ദേഷ്യത്തിൽ അവരോട് പറയാണ്, ഇനി മുതൽ ഈ വീട്ടിൽ ഞാൻ എന്ത് പറയുന്നോ അതേ നടക്കൂ, അല്ല എന്ന് പറഞ്ഞ് അഹങ്കാരം കാണിച്ചാൽ നിങ്ങൾക്ക് ആർക്കും പെൻഷൻ പണം തരില്ല. ഇന്ന് രാത്രി എൻ്റെ ആദ്യരാത്രിയാണ്, അതിനുള്ള ഏർപ്പാടുകളെല്ലാം നിങ്ങൾ തന്നെ ഗംഭീരമായി ചെയ്യണം. എടാ മൂത്തവനെ, ഇനി മുതൽ നീയും നിന്റെ ഭാര്യയും ഹാളിൽ കിടന്നാൽ മതി, അത് ഞങ്ങളുടെ ബെഡ്റൂമാണ് എന്ന് പറഞ്ഞ് പോവാണ്. അത് കേട്ട് അവർക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടെങ്കിലും വേറെ വഴിയില്ലാതെ ഭവാനി പറഞ്ഞതുപോലെ എല്ലാം ചെയ്യാണ്. അന്ന് രാത്രി ഒരു വശത്ത് ഘടികാചലം ഭവാനിയുമായുള്ള ആദ്യരാത്രിക്കായി റൂമിൽ പോയി റൊമാൻസ് തുടങ്ങുന്നു. മറുവശത്ത് ഇതൊക്കെ കാണുന്ന മക്കൾ ദേഷ്യം കൊണ്ട് വിറയ്ക്കാണ്. അച്ഛൻ ചെയ്ത പണിക്ക് അയാളെ കൊന്നാലോ എന്ന് വരെ തോന്നുകയാണ്. നാളെ മുതൽ പെൻഷൻ പണത്തിന് വേണ്ടി ഇവളുടെ മുന്നിൽ കൈ നീട്ടി നിൽക്കണമല്ലോ, അങ്ങനെ നടക്കാതിരിക്കാൻ ഒരു നല്ല പ്ലാൻ ആലോചിക്കണം എന്ന് എല്ലാവരും കൂടി സംസാരിക്കുന്നു. നന്നായി ആലോചിച്ച ശേഷം ദേവി പറയുന്നുണ്ട്, ഇവളെയോ മാമനെയോ കൊന്നതുകൊണ്ട് എന്ത് ലാഭം, കിട്ടുന്ന പെൻഷൻ പണം കൂടി നിൽക്കും, അതുകൊണ്ട് മാമന്റെ പേരിൽ ഒരു വലിയ തുകയ്ക്ക് ഇൻഷുറൻസ് എടുക്കാം, മക്കളായ നിങ്ങളെ രണ്ടുപേരെയും നോമിനികളായി വെക്കാം, ഒരു നല്ല ദിവസം നോക്കി പ്ലാൻ പ്രകാരം മാമനെ കൊല്ലാം, എന്നിട്ട് ഇൻഷുറൻസ് പണം എടുക്കാം. അത് കേട്ട് വിജയ്, ഭവാനി ഭാര്യയല്ലേ, പണത്തിന് വേണ്ടി അവളും കേസ് കൊടുത്ത എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. അതിന് ദേവി, അതുകൊണ്ട് അവരുടെ കല്യാണം രജിസ്റ്റർ ആവാതെ നോക്കണം, എന്നിട്ട് അവളെയും വീട്ടിൽ നിന്നും പുറത്താക്കാം, ഒറ്റയടിക്ക് പണവും കിട്ടും, അവളുടെ ശല്യവും ഒഴിയും എന്ന് പറയാണ്. എന്നാൽ രാഘവയ്ക്ക് മാത്രം പണത്തിന് വേണ്ടി അച്ഛനെ കൊല്ലണോ, നമ്മൾ ചെയ്യുന്നത് തെറ്റല്ലേ എന്ന് തോന്നാണ്. എന്നാൽ ബാക്കിയുള്ളവർ നമുക്കിപ്പോൾ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിപ്പിച്ച് സമ്മതിപ്പിക്കുന്നു. ഇതിനിടയിൽ ഘടികാചലം ഇന്ന് തന്റെ ആദ്യരാത്രി ആണല്ലോ എന്ന് പറഞ്ഞ് തന്റെ ഉന്മേഷം കൂട്ടാനുള്ള ടാബ്ലറ്റുകൾ അമിതമായ അളവിൽ കഴിക്കുകയാണ്. അപ്പോൾ ഭവാനി റൊമാൻറ്റിക്കായി ഘടികാചലത്തിന്റെ അടുത്തേക്ക് വന്ന് ഉമ്മ വയ്ക്കാൻ പോകുമ്പോൾ തനിക്ക് വീണ്ടും അത് നടക്കാൻ പോകുന്നു എന്നോർത്ത് അതിയായ സന്തോഷം താങ്ങാനാവാതെ ഘടികാചലം ചിരിച്ചുകൊണ്ട് തന്നെ മരിച്ചു പോവാണ്. അത് കണ്ട് ഭവാനി ഷോക്കായി ഉച്ചത്തിൽ നിലവിളിക്കുന്നു. ആ നിലവിളി കേട്ട് എല്ലാവരും ഓടി വന്ന് നോക്കുമ്പോൾ ഘടികാചലം മരിച്ചതായി മനസ്സിലാകുന്നു. ഞങ്ങൾ കൊല്ലുന്നതിന് മുമ്പ് തന്നെ അയാൾ മരിച്ചതുകൊണ്ട് തങ്ങളുടെ പ്ലാൻ എല്ലാം പാളിയല്ലോ, ഇനി എന്ത് ചെയ്യാന്നറിയാതെ അവർ ആലോചനയിലാവാണ്. ഭവാനി ഘടികാചലത്തിന്റെ ഡെഡ് ബോഡി കണ്ട് കരയാണ്. അപ്പോൾ ദേവി ഒരു ഐഡിയ പറയുന്നു, മാമൻ മരിച്ചത് നമുക്ക് മാത്രമേ അറിയൂ, അതുകൊണ്ട് മരിച്ച വിവരം പുറത്ത് ആരും അറിയുന്നതിന് മുമ്പേ അദ്ദേഹത്തിന്റെ പേരിൽ ഇൻഷുറൻസ് ചെയ്യിച്ചാൽ ഇപ്പോഴും ആ പണം നമുക്ക് കിട്ടും. ഈ പണി ചെയ്യാൻ നമുക്കൊരു ഇൻഷുറൻസ് ഏജന്റിനെ വേണം. അപ്പോൾ രാഘവ, അങ്ങനെ ഒരു ഏജന്റിനെ എനിക്കറിയാം, പേര് മൂർത്തി, അവൻ ഈ പണി പക്കയായി ചെയ്തു തരും എന്ന് പറഞ്ഞ് മൂർത്തിയെ ഫോൺ വിളിച്ച് വരുത്തുന്നു. ഇതൊക്കെ കേട്ട് ഭവാനി അവരുടെ അടുത്തേക്ക് വന്ന്, മരിച്ച എൻ്റെ ഭർത്താവിന് ഇൻഷുറൻസ് ചെയ്യിപ്പിച്ച് ആ പണം മുഴുവൻ അടിച്ചു മാറ്റാനാണോ പ്ലാൻ? ഇതിന് ഞാൻ സമ്മതിക്കില്ല, ആ പണത്തിൽ എനിക്കും വിഹിതം തന്നാലേ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കൂ, ഇല്ലെങ്കിൽ സാറ് മരിച്ച വിവരം ഞാൻ പുറത്ത് എല്ലാവരും അറിയുന്ന രീതിയിൽ വിളിച്ചു പറയും, അപ്പോൾ പണം ആർക്കും കിട്ടില്ല എന്ന് ഭീഷണിപ്പെടുത്തുന്നു. അവർക്ക് ഇഷ്ടമല്ലെങ്കിലും വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഭവാനിക്കും ഇൻഷുറൻസ് പണത്തിൽ ഷെയർ നൽകാമെന്ന് അവർ സമ്മതിക്കുന്നു. അങ്ങനെ ഘടികാചലത്തിന്റെ ബോഡി കേടാക്കാതിരിക്കാൻ ഫ്രിഡ്ജ് വെക്കുകയാണ്. വിജയും സുധയും കുട്ടികൾക്ക് സത്യം അറിയാതിരിക്കാൻ അവരെ കുറച്ച് ദിവസത്തേക്ക് ബന്ധു വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. സീൻ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ ഇൻഷുറൻസ് ഏജന്റ് മൂർത്തി വീട്ടിലെത്തുന്നു. ഘടികാചലത്തിന്റെ ബോഡി കാണിച്ച് നടന്നെല്ലാം പറയുന്നു. അത് കേട്ട മൂർത്തി, ആദ്യമായിട്ടാണ് ഒരു ശവത്തിന് ഇൻഷുറൻസ് ചെയ്യാൻ പോകുന്നത്, എൻ്റെ കഷ്ടപ്പാടിന് പ്രതിഫലമായി എനിക്കും പണത്തിൽ ഷെയർ വേണം, എത്ര എമൗണ്ട് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. 4 കോടി എന്ന് അവർ പറയുന്നു. അത് കേട്ട മൂർത്തി, ശരി, ഘടികാചലം ഗാരുവിന്റെ ID പ്രൂഫും 2 ഒപ്പുകളും വേണം എന്ന് പറയുന്നു. വിജയ്, അച്ഛൻ്റെ ഒപ്പ് ഞാൻ പെർഫെക്റ്റ് ആയി ഇടും എന്ന് പറഞ്ഞ് ID പ്രൂഫ് കൊടുക്കുകയാണ്. അത് നോക്കിയ മൂർത്തി, ഘടികാചലം ഗാരുവിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം നാളത്തോടു കൂടി 65 വയസ്സ് പൂർത്തിയാവും. 65 വയസ്സ് കഴിഞ്ഞാൽ ഞങ്ങളുടെ കമ്പനി ഇൻഷുറൻസ് നൽകില്ല. നാളെ വൈകുന്നേരം ഓഫീസ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ആപ്ലിക്കേഷൻ അപ്രൂവ് ആവണം, ഇല്ലെങ്കിൽ പണം കിട്ടില്ല. എങ്ങനെയെങ്കിലും നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഈ വർക്ക് എല്ലാം തീർക്കണം എന്ന് പറയുന്നു. അതേസമയത്ത് ഘടികാചലത്തിന്റെ സുഹൃത്ത് സദാശിവം വീട്ടിലെത്തുന്നു.
ജനാലയിലൂടെ അദ്ദേഹത്തിനെ കണ്ട വീട്ടുകാർ വാതിൽ തുറക്കുന്നില്ല. സദാശിവത്തിന് സംശയം തോന്നി വീടിന് പുറത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ വീടിന്റെ ഓണർ സദാശിവത്തെ കണ്ട കാര്യം തിരക്കുന്നു. ഈ വീട്ടിൽ എന്തോ ഉടായ്പ നടക്കുന്നുണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് അവരവിടെ ശ്രദ്ധിച്ചു നിൽക്കുകയാണ്. മറുവശത്ത് ആപ്ലിക്കേഷനിൽ ഒട്ടിക്കാൻ ഘടികാചലത്തിന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് വേണമെന്ന് മൂർത്തി പറയുന്നുണ്ട്. വിജയ്ക്ക് അച്ഛന്റെ ചായ ഉള്ളതുകൊണ്ട് അവനെ ഘടികാചലത്തിന്റെ ഗെറ്റപ്പിൽ ഒരുക്കി ഫോട്ടോസ് എടുക്കുന്നു. അതുപോലെ മെഡിക്കൽ ടെസ്റ്റിനായി അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാ ടെസ്റ്റുകളും ചെയ്യിച്ച് തിരികെ കൊണ്ടുവരുന്നു. ഘടികാചലത്തിന്റെ വേഷത്തിൽ പുറത്തേക്ക് പോകുന്ന വിജയെ കണ്ട് വീടിന്റെ ഓണർ അഞ്ചിയും സദാശിവവും അത് ഘടികാചലം തന്നെയാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. വിജയും രാഘവയും വീട്ടിലെത്തി ദേവിയോടും സുധയോടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെക്യൂരിറ്റി ഗാർഡായ നവീൻ വീടിനുള്ളിലേക്ക് വന്ന് ഭവാനിയെ ഉറക്കെ വിളിക്കുകയാണ്. നവീനെ കണ്ട ഭവാനി ബാവ എന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുന്നു. ഇവിടെയാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഭവാനിയും നവീനും പ്രണയത്തിലാണെന്ന്. ഉടനെ വിവാഹം കഴിക്കാൻ ഇരിക്കുകയായിരുന്നു. എന്നാൽ ഭവാനിയുടെ ജന്മദിനത്തിൽ നവീൻ ഒരു വലിയ ബേക്കറിയിൽ പോയി കേക്കിൽ ഭവാനിയുടെ ഫോട്ടോ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ തെറ്റായ ഒരു ഫോട്ടോ പ്രിന്റ് ചെയ്ത് കൊടുത്തു. അതിൽ ദേഷ്യം വന്ന നവീൻ ആ ബേക്കറി കത്തിച്ചുകൊണ്ട് പോലീസ് അവനെ അറസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഭവാനി വക്കീലിനോട് സംസാരിച്ചപ്പോൾ നവീനെ ജാമ്യത്തിൽ ഇറക്കാൻ വലിയൊരു തുക വേണമെന്ന് വക്കീൽ പറഞ്ഞു. പക്ഷെ ഭവാനിയുടെ കയ്യിൽ അത്രയും പണം ഇല്ലായിരുന്നു. അപ്പോഴാണ് ഘടികാചലത്തിന്റെ പെൻഷൻ പണത്തെക്കുറിച്ച് അറിഞ്ഞ് പ്ലാൻ പ്രകാരം അദ്ദേഹത്തോട് സ്നേഹം നടിച്ച് ട്രാപ്പിലാക്കി വിവാഹം കഴിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിലൂടെ പണം തട്ടാനായിരുന്നു പ്ലാൻ. എന്നാൽ ആദ്യ രാത്രി തന്നെ അദ്ദേഹം മരിച്ചുപോയി. ഇപ്പൊ ഭവാനി നവീനോട്, എന്താ ബാവ ജയിലിൽ നിന്ന് ചാടി വന്നോ, ഞാൻ ജാമ്യത്തിനുള്ള പണത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് നടന്നതെല്ലാം അവനോട് പറയുന്നു. അത് കേട്ട നവീൻ, അപ്പോൾ നീയാണ് അവന്റെ ഭാര്യ, എല്ലാവരെക്കാളും കൂടുതൽ വിഹിതം നിനക്ക് കിട്ടണമല്ലോ എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ അടുത്തേക്ക് വരുന്നു. അവനെ കണ്ട അവർ ഇതാരാണെന്ന് ചോദിക്കുന്നു. നവീൻ, ഞാൻ ഭവാനിയുടെ ഭാവയാണ്, നിങ്ങളുടെ പ്ലാൻ അല്ല എനിക്കറിയാം, ഈ കാര്യം ഞാൻ ആരോടും പറയാതിരിക്കണമെങ്കിൽ എനിക്കും ഇതിൽ വിഹിതം വേണം എന്ന് ഭീഷണിപ്പെടുത്തുന്നു. അത് കേട്ട ദേവി, ശരി നിനക്കും തരാം, പക്ഷേ ഈ വീട്ടിലേക്ക് ആരും വരാതെയും ഈ സത്യം പുറത്തറിയാതെയും നോക്കണം എന്ന് പറയുന്നു. ഉടനെ അവർ മൂർത്തിയെ വിളിച്ച് ഒരു പുതിയ പാർട്ണർ കൂടി വന്നിട്ടുണ്ടെന്നും ഇൻഷുറൻസ് തുക 5 കോടി ആക്കണമെന്നും പറയുന്നു. എന്നാൽ അതേ സമയത്ത് ജയിലിൽ നിന്ന് ചാടിപ്പോയ നവീന്റെ ഫോൺ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് SI ചലം അവിടെ എത്തുന്നു. പോലീസിനെ കണ്ട എല്ലാവരും ഭയപ്പെടുകയാണ്. നവീനും ഭവാനിയും വേറൊരു മുറിയിൽ പോയി ഒളിച്ചിരിക്കുകയും നവീൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്യുന്നു. SI നവീന്റെ ഫോട്ടോ കാണിച്ച് അവൻ ഇവിടെ വന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് അവർ കള്ളം പറയുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് ട്രേസ് ചെയ്യാൻ കഴിയാതെ അവനിവിടെ വന്നാൽ അറിയിക്കണമെന്ന് പറഞ്ഞ് SI പോവാണ്. ഇതൊക്കെ വീടിന്റെ മുകളിൽ നിന്ന് വീക്ഷിക്കുന്ന ഓണർ അഞ്ചിയും സദാശിവും ആ വീട്ടിൽ എന്തോ നടക്കുന്നുണ്ട്, അതറിയാൻ അവരെ പുറത്താക്കണം എന്ന് കരുതി വീടിന്റെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തും ഓൺ ചെയ്തും അവരെ ബുദ്ധിമുട്ടിക്കുന്നു. സീൻ കട്ട് ചെയ്താൽ കുറച്ച് സമയത്തിന് ശേഷം പെൻഷൻ ഇൻസ്പെക്ടറായ ശർമ്മ ഘടികാചലം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പരിശോധിക്കാൻ വീട്ടിലെത്തുന്നു. വിജയ് വീണ്ടും ഘടികാചലത്തിന്റെ വേഷത്തിൽ വന്ന് ശർമ്മയോട് സംസാരിക്കുന്നു. ശർമ്മ ആപ്ലിക്കേഷനിലെ വിവരങ്ങൾ ചോദിക്കുകയും ഒപ്പുകൾ വാങ്ങുകയും ചെയ്ത ശേഷം ബയോമെട്രിക് വഴി ഫിംഗർ പ്രിന്റ് കൂടി എടുക്കണമെന്ന് പറയുന്നു. അത് കേട്ട് എല്ലാവരും ഞെട്ടാണ്, കാരണം മരിച്ച വിവരം പുറത്തറിയുമോ എന്ന ഭയം. എന്നാൽ അതേ സമയത്ത് വീടിന്റെ ഓണർ അഞ്ചിയും സദാശിവും ഫ്യൂസ് ഊരിയതുകൊണ്ട് കറണ്ട് പോവാണ്. ഈ തക്കത്തിന് രാഘവ വേഗത്തിൽ ഫ്രിഡ്ജിലുള്ള ഘടികാചലത്തിന്റെ ഫിംഗർ പ്രിന്റ് എടുത്ത് ശർമ്മയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ ശർമ്മ അവിടെ നിന്നും പോവാണ്. ഇതിനിടയിൽ മൂർത്തി ഇൻഷുറൻസ് കമ്പനി മാനേജറായ നാഗഭൂഷണത്തിന്റെ അടുത്ത് നിന്ന് പുതിയൊരു പോളിസി കൊണ്ടുവന്നിട്ടുണ്ട് സർ എന്ന് പറഞ്ഞ് ഘടികാചലത്തിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. അത് കണ്ട നാഗഭൂഷണം, നാളെ 65 വയസ്സ് തികയുന്ന ആൾക്ക് ഇൻഷുറൻസോ? ഇതിനകം തന്നെ ഇതുപോലുള്ള പോളിസികൾ അപ്രൂവ് ചെയ്ത് പണം കളഞ്ഞതിന് എൻ്റെ അമ്മായപ്പൻ എന്നെ ചീത്ത വിളിക്കുകയാണ്. ഇവന്റെ പോളിസി അപ്രൂവ് ചെയ്ത് 10 ദിവസത്തിനുള്ളിൽ ഇവൻ തട്ടിപ്പോയാൽ 5 കോടി ഗോവിന്ദ. അപ്പോൾ അമ്മായപ്പൻ എന്നെ പണിയിൽ നിന്ന് പിരിച്ചുവിടും എന്ന് പറയുന്നു. അതിന് മൂർത്തി, ആ പേടി വേണ്ട സർ, ഘടികാചലത്തിന്റെ മെഡിക്കൽ ടെസ്റ്റ് എല്ലാം പക്കയാണ്, ചെറുപ്പക്കാരുടെ ആരോഗ്യം പോലെയാണുള്ളത്, ഇനിയും 25-30 കൊല്ലം ഈസിയായി ജീവിക്കും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. അത് കേട്ട നാഗഭൂഷണം, എങ്കിൽ അയാളെ ഓഫീസിലേക്ക് ഒന്ന് കൊണ്ടുപോവാ, കണ്ടിട്ട് അപ്രൂവ് ചെയ്യാം എന്ന് പറയുന്നു. മൂർത്തി ഉടനെ വിജയെ വിളിച്ച് ഘടികാചലത്തിന്റെ വേഷത്തിൽ ഓഫീസിലേക്ക് വരാൻ പറയാണ്. രാഘവയും വിജയും ഓഫീസിലെത്തുന്നു. മാനേജർ അയാളോട് സംസാരിച്ച് ഉറപ്പുവരുത്തിയ ശേഷം ഒപ്പിടാൻ തുടങ്ങുമ്പോൾ മാനേജറുടെ സെക്രട്ടറി റോസി ഫോൺ ചെയ്ത് ഞാൻ ഗർഭിണിയാണ് എന്ന് പറയുന്നു. അത് കേട്ട് കിളി പോയ മാനേജർ ഒപ്പ് വന്നിട്ടിടാമെന്ന് പറഞ്ഞ് അവരോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് റോസിയുടെ അടുത്തേക്ക് പോവാണ്. സത്യത്തിൽ മാനേജർക്ക് റോസിയുമായി അവിഹിത ബന്ധമുണ്ട്. അബോഷൻ ചെയ്യാൻ മാനേജർ പറയുമ്പോൾ അബോഷൻ ചെയ്യാം, പക്ഷെ എനിക്ക് 1 കോടി രൂപ വേണം, ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം നിങ്ങളുടെ അമ്മായപ്പനോട് ഞാൻ പറയും എന്ന് റോസി ഭീഷണിപ്പെടുത്തുന്നു. വേറെ വഴിയില്ലാതെ 2 ദിവസത്തിനുള്ളിൽ പണം തരാമെന്ന് പറഞ്ഞ് മാനേജർ തിരികെ വരുന്നു. പക്ഷെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് അറിയാതെ വിഷമിക്കുകയാണ്. തിരിച്ച് ഓഫീസിലെത്തിയ മാനേജർ ആപ്ലിക്കേഷനിൽ ഒപ്പിട്ട് അപ്രൂവ് ചെയ്യുന്നുണ്ട്. അവരവിടെ നിന്നും പോവാണ്. അടുത്ത സീനിൽ വിജയ് ഘടികാചലത്തിന്റെ മേക്കപ്പ് അഴിക്കുന്ന സീനു എന്ന മേക്കപ്പ് മാൻ വെള്ളം കുടിക്കാൻ ഫ്രിഡ്ജ് നോക്കുമ്പോൾ അതിൽ ഘടികാചലത്തിന്റെ ശവം കണ്ട് ഞെട്ടി ഫ്രിഡ്ജിൽ ശവം ഉണ്ടെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു. വായടയ്ക്കാൻ പറഞ്ഞ അവൻ കേൾക്കാത്തത് കൊണ്ട് നവീൻ ഒരു ഇരുമ്പ് വടി കൊണ്ട് സീനുവിന്റെ തലക്കടിച്ച് ബോധം കെടുത്തുന്നു. അവനെ ഒരു മുറിയിൽ അടച്ചിടുകയാണ്. അങ്ങനെ 4 ദിവസങ്ങൾ കടന്നു പോവാണ്. മൂർത്തി ഘടികാചലത്തിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് റെഡിയാക്കി കൊണ്ടുവന്ന് കാണിക്കുന്നു. ഓഫീസിൽ കോപ്പി എടുത്ത് ക്ലെയിം ചെയ്തിട്ടുണ്ട്, പണം ഉടനെ കിട്ടും എന്ന് പറയുന്നു. സാർ, ഇൻഷുറൻസ് ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ ആള് മരിച്ചാൽ കമ്പനിക്കാർക്ക് സംശയം തോന്നില്ലേ എന്ന് വിജയ് ചോദിക്കുന്നു. മൂർത്തി, ഇനിയും വൈകിയാൽ ശവം ചീഞ്ഞു നാറും,
പേടിക്കണ്ട, എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടക്കും. കമ്പനിക്കാർ വന്ന് മരണം സ്ഥിരീകരിച്ചാൽ നമ്മുടെ പണി കഴിഞ്ഞു എന്ന് ധൈര്യം കൊടുക്കുന്നു. എന്നാൽ മാനേജറുടെ അമ്മായിയപ്പൻ ഈ പോളിസിയെക്കുറിച്ച് അറിഞ്ഞ് ദേഷ്യപ്പെടാണ്. നീ എപ്പോഴും ഇങ്ങനത്തെ പണിയെ ചെയ്യൂ. ഘടികാചലത്തിന്റെ വീട്ടിൽ പോയി മരണം സ്വാഭാവികമാണോ അതോ കൃത്രിമമാണോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ പണം കൊടുക്കാവൂ എന്ന് മാനേജറോട് പറയാണ്. മാനേജർ കമ്പനി ഡോക്ടറെയും കൂട്ടി ഘടികാചലത്തിന്റെ വീട്ടിലെത്തുന്നു. ഡെഡ് ബോഡി കാണണമെന്ന് ആവശ്യപ്പെടുകയാണ്. ബോഡി ഫ്രിഡ്ജിലായതുകൊണ്ട് വസ്ത്രം മാറ്റുകയാണ്. കുറച്ചു സമയം കാത്തിരിക്കുക എന്ന് വീട്ടുകാർ പറയുന്നു. ഇവിടെയാണ് വമ്പൻ ട്വിസ്റ്റ്. തൊട്ടടുത്ത മുറിയിൽ കിടന്നിരുന്ന സീനുവിന് ബോധം വരുന്നുണ്ട്. അയ്യോ, ഇവർ ഘടികാചലത്തെ കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചേ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് അവൻ പുറത്തേക്ക് ഓടി വരാണ്. ഇത് കേട്ട് മാനേജർ ഞെട്ടുകയാണ്. നവീൻ വീണ്ടും സീനുവിന്റെ തലക്കടിച്ച് അവനെ ബോധം കെടുത്തുന്നു. മാനേജർക്ക് സംശയം തോന്നി ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഡെഡ് ബോഡി കാണുന്നുണ്ട്. ഡോക്ടർ പരിശോധിച്ച് ഇയാൾ മരിച്ചിട്ട് 4 ദിവസമായി എന്ന് പറയുന്നു. മരിച്ചവനെ ഇൻഷുറൻസ് ചെയ്ത് പണം തട്ടാനാണ് അവർ നോക്കിയതെന്ന് മാനേജർക്ക് മനസ്സിലാവുന്നു. എന്നാൽ റോസിക്ക് കൊടുക്കാൻ പണം അത്യാവശ്യമായതുകൊണ്ട് മാനേജർ ഒരു ഡീൽ വെക്കുന്നു. നിങ്ങളുടെ അച്ഛനെ നിങ്ങൾ കൊന്നതാണോ അതോ താനെ മരിച്ചതാണോ എന്ന് എനിക്കറിയണ്ട. നിങ്ങൾ ചെയ്ത ഫ്രോഡിന് പണം കിട്ടില്ലെന്ന് മാത്രമല്ല, ജയിലും കിട്ടും. എന്നാൽ 5 കോടിയിൽ 50% എനിക്ക് തന്നാൽ ബാക്കി പണം നിങ്ങൾക്ക് കിട്ടുന്ന പോലെ ഞാൻ ചെയ്യാം എന്ന് പറയുന്നു. വേറെ വഴിയില്ലാതെ അവർ ഈ ഡീലിന് സമ്മതിക്കുന്നു. മാനേജറുടെ ഡെത്ത് ക്ലെയിം പേപ്പറിൽ ഒപ്പിടാൻ തുടങ്ങുമ്പോൾ അടുത്ത വമ്പൻ ട്വിസ്റ്റ്. മരിച്ചെന്ന് കരുതിയ ഘടികാചലം ഫ്രിഡ്ജിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വരുന്നു. മണിയറയിൽ ഇരിക്കേണ്ട ഞാൻ എന്തിനാണ് ഫ്രിഡ്ജിലിരിക്കുന്നത് എന്ന ഭാവനയോട് ചോദിക്കുകയാണ്. താൻ ജീവനോട് ഇരിക്കുന്നത് കണ്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ചു പോവാണ്. രാഘവ് പറയുന്നുണ്ട്, അച്ഛാ 4 ദിവസം മുമ്പ് അച്ഛൻ മരിച്ചതാണ്, ഇപ്പോൾ അത്ഭുതകരമായി തിരിച്ചു വന്നതാണ്. ഡോക്ടർ പരിശോധിച്ചിട്ട് പറയാണ്, നിങ്ങൾ ഏതോ ഗുളിക അമിതമായി കഴിച്ചതുകൊണ്ട് BP കൂടി കോമയിലായതാണ്. ശരീരം ഫ്രിഡ്ജിൽ തണുപ്പിലിരുന്നത് കൊണ്ട് അവയവങ്ങൾ ചീത്തയാകാതെ സസ്പെൻഡഡ് ആനിമേഷൻ എന്ന അവസ്ഥയിലായി. ബ്രെയിനും അവയവങ്ങളും മരിച്ചില്ല, എന്നാൽ പ്രവർത്തിച്ചതുമില്ല. ഇപ്പോൾ പുറത്ത് ചൂട് തട്ടിയപ്പോൾ പ്രവർത്തനം വീണ്ടും തുടങ്ങി. ഇതൊരു അത്ഭുതമാണ്. ഇത് കേട്ട് മാനേജർ എല്ലാവരെയും മാറ്റി നിർത്തി പറയുന്നുണ്ട്, പണം കയ്യിൽ കിട്ടിയെന്ന് വിചാരിച്ചപ്പോഴാണ് മരിച്ചവൻ എഴുന്നേറ്റത്. ഇനി പണത്തിന്റെ കാര്യം എല്ലാവരും മറന്നേക്ക്. അത് കേട്ട് ദേവി, അയാൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ടല്ലേ നമുക്ക് പണം കിട്ടാത്തത്. അയാൾ ശരിക്കും മരിച്ചാൽ നമുക്ക് പണം കിട്ടുമല്ലോ. നമുക്ക് പണം അത്യാവശ്യമാണ്, അതുകൊണ്ട് അയാളെ കൊല്ലാം. പണം എല്ലാവർക്കും അത്യാവശ്യമായതുകൊണ്ട് എല്ലാവരും അതിന് സമ്മതിക്കുന്നു. അവർ ഘടികാചലത്തിന്റെ അടുത്ത് ചെന്ന് നടന്നതെല്ലാം പറയാണ്. നിങ്ങൾ മരിച്ചെന്ന് കരുതി 5 കോടിക്ക് ഇൻഷുറൻസ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ ജീവിച്ചത് കൊണ്ട് പണം കിട്ടില്ല. 65 വയസ്സ് വരെ ജീവിച്ചില്ലേ, ഇനി മതിയാക്കി കൂടെ. ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് തരാൻ കഴിയാത്ത സന്തോഷം നിങ്ങളുടെ മരണം ഞങ്ങൾക്ക് തരും, അതുകൊണ്ടൊന്നും മരിക്കേ എന്നവർ ആവശ്യപ്പെടുകയാണ്. ഇത് കേട്ട് ഘടികാചലം വല്ലാതെ ഇമോഷണൽ ആവുന്നു. ഭവാനിയാണെങ്കിൽ തന്റെ കാമുകനെ ചൂണ്ടിക്കാണിച്ച്, ഇയാളുടെ ജാമ്യത്തിന് വേണ്ടിയാണ് ഞാൻ സാറിനെ കെട്ടിയത്. നിങ്ങൾ ജീവിച്ചിരുന്നാലും ഞാൻ ഇയാളുടെ കൂടെ ജീവിക്കും. അത് കണ്ട് സഹിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ മരിക്കുന്നതാണ് എന്ന് പറയാണ്. എല്ലാവരും തന്നെ മരിക്കാൻ നിർബന്ധിക്കുന്നു. തന്റെ കുടുംബത്തിന് തന്റെ പണത്തോടല്ലാതെ തന്നോടൊരു സ്നേഹമില്ലെന്ന് മനസ്സിലാക്കി ഘടികാചലം തകർന്നു പോവാണ്. ഡോക്ടർ അദ്ദേഹത്തെ കൊല്ലാൻ ഒരു ഇഞ്ചക്ഷനുമായി വരുമ്പോൾ ഭയന്ന് ഘടികാചലം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ എല്ലാവരും കൂടി അദ്ദേഹത്തെ പിടിച്ച് കൊല്ലാൻ നോക്കുകയാണ്. എനിക്ക് കുറച്ചു നാൾ കൂടി ജീവിക്കണം, എന്നെ കൊല്ലല്ലേ എന്ന് അദ്ദേഹം കൈകൂപ്പി അപേക്ഷിക്കുകയാണ്. മക്കളെ താൻ എത്ര കഷ്ടപ്പെട്ടാണ് വളർത്തിയതെന്ന് അദ്ദേഹം ഓർക്കുന്നു. അത് കേട്ട് മാനേജർക്ക് വിഷമം വരുന്നുണ്ട്. ഈ പോളിസി ക്യാൻസൽ ചെയ്യാം, അയാളെ വിട്ടേക്ക് എന്ന് പറയാണ്. എന്നാൽ കുടുംബം സമ്മതിക്കുന്നില്ല. അപ്പോൾ ഘടികാചലം മക്കളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ എന്തിനാണ് ഇത്രയും പണം? രാഘവ് പറയുന്നുണ്ട്, ഞാൻ പണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു റൗഡിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ബെറ്റ് വെച്ചു. പണം മൊത്തം പോയി. 1 മാസത്തിനുള്ളിൽ 1 കോടി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ എന്നെയും ഭാര്യയും കൊല്ലുമെന്ന് അവൻ പറഞ്ഞു. വിജയ് പറയുന്നുണ്ട്, ഞാനും കടം വാങ്ങി ഷെയർ മാർക്കറ്റിലിട്ട് പണം മൊത്തം കളഞ്ഞു. തന്റെ മക്കൾ ഇത്രയും കഷ്ടത്തിലാണെന്ന് അറിഞ്ഞ ഘടികാചലം താൻ മരിച്ചാൽ അവർക്ക് പണം കിട്ടി സന്തോഷമായി ജീവിക്കുമല്ലോ എന്ന് കരുതി മരിക്കാൻ തീരുമാനിക്കുന്നു. മാനേജറോട് പോളിസി അപ്രൂവ് ചെയ്യാൻ പറയുന്നു. പക്ഷെ മാനേജർ സമ്മതിക്കുന്നില്ല. ഘടികാചലം അപേക്ഷിക്കുന്നുണ്ട്. മാനേജർ പോകാൻ തുടങ്ങുമ്പോൾ ഘടികാചലം തടയുന്നു. മാനേജർ അദ്ദേഹത്തെ തള്ളി മാറ്റാണ്. അപ്പോൾ കറണ്ട് പോകുന്നുണ്ട്. സീൻ കട്ട് ചെയ്താൽ ഘടികാചലം പുറകോട്ട് വീണ ശരിക്കും മരിക്കുന്നു. കുടുംബം അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾ നടത്തുകയാണ്. ഇൻഷുറൻസ് തുകയായ 5 കോടി രൂപ വരുന്നുണ്ട്. എല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്നു. അപ്പോൾ രാഘവ ഒരാൾക്ക് ഫോൺ ചെയ്ത് നിന്റെ വിഹിതം അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ഇവിടെയാണ് അടുത്ത ട്വിസ്റ്റ്. ഫോണിന്റെ മറുതലക്കിലുള്ളത് വേറെ ആരുമല്ല, സാക്ഷാൽ ഘടികാചലമാണ്. അദ്ദേഹം ഇപ്പോൾ വിദേശത്താണ്. ഇവിടെ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. മാനേജർ ഘടികാചലത്തെ തള്ളിയിട്ടപ്പോൾ കറണ്ട് പോയ സമയത്ത് അവിടെ ബോധമില്ലാതെ കിടന്ന സീനു എഴുന്നേൽക്കുന്നു. ഘടികാചലം സീനുവിന്റെ മേലേക്കാണ് വീഴുന്നത്. സീനു ബാലൻസ് തെറ്റി തലയടിച്ച് തൽക്ഷണം മരിക്കുകയാണ്. ഇത് കണ്ട എല്ലാവരും മാനേജറോട് താൻ ഭയപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം കൊന്നതാണെന്ന് ഞങ്ങൾ പോലീസിനോട് പറയും. അങ്ങനെ പറയാതിരിക്കണമെങ്കിൽ പോളിസി അപ്രൂവ് ചെയ്യണം എന്ന് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. അപ്പോഴേക്കും പോലീസ് വരുന്നുണ്ട്. ഭയന്നുപോയ മാനേജർ പേപ്പറിൽ ഒപ്പിടുന്നു. അങ്ങനെ സീനുവിനെ ഘടികാചലത്തിന്റെ വേഷം കെട്ടിച്ച് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ സംസ്കരിച്ച് അവർ പണം തട്ടിയെടുക്കുന്നു. സിനിമയുടെ അവസാനം സീനുവിന്റെ ഭാര്യ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് തന്റെ ഭർത്താവിനെ 2 ദിവസമായി കാണാനില്ലെന്ന് പരാതി നൽകുന്നു. SI ചലം സീനുവിന്റെ ഫോൺ ലൊക്കേഷൻ ട്രേസ് ചെയ്യുമ്പോൾ അത് ഘടികാചലത്തിന്റെ വീടാണ് കാണിക്കുന്നത്. നേരത്തെ ജയിൽ ചാടിയ നവീന്റെ ഫോൺ ലൊക്കേഷനും അവിടെയായിരുന്നു. ഇപ്പോൾ സീനുവിന്റെ ലൊക്കേഷനും അവിടെ തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഘടികാചലത്തിന്റെ വീട്ടിലെന്തോ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞ് SI ചലം വീണ്ടും അവിടേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ സിനിമ ഇവിടെ അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ?
സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.